തൃശൂരിൽ ഇതര ഭാഷക്കാരന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടി വിനോദ് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. 2 മാസം മുൻപാണ് അദ്ദേഹം എറണാകുളം മഞ്ഞുമലിൽ താമസം ആരംഭിച്ചത്. ഇന്ന് രാവിലെ കാണാം എന്നറിയിച്ചാണ് വീട്ടിൽ നിന്നും വിനോദ് പോയതെന്നും സുഹൃത്തുക്കൾ പറയുന്നു. 2 മാസങ്ങളിലൂടെ താമസിച്ചെങ്കിലും പുള്ളി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയുടെ അതേ സ്വഭാവവും നാട്ടുകാരോടും എല്ലാവരോടും അത്രയും നല്ല ഒരു സൗഹൃദം പങ്കിടുന്ന ഒരാളായിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന് പ്രസാദ സദ്യം കഴിച്ചു പോയിട്ട് നിന്ന് വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. ഇത് നാട്ടുകാർക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഇവിടെ ഇദ്ദേഹം താമസം ആരംഭിച്ചിട്ട് എത്ര നാളായി? താമസമാക്കിയിട്ട് 2 മാസം ആയില്ലെങ്കിലും പുള്ളി വീട് പണിയായിട്ട് ഒരു വർഷത്തോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ ഈ അയൽവാസികളായിട്ട് എല്ലാവരും നല്ല ബന്ധവും അത്രയും ഒരു അത്ര സുഹൃത്ത് ബന്ധവും സ്നേഹം എല്ലാവരുമായിട്ട് ചേട്ടനനിയന്മാരന്മാർ തമാശയെല്ലാം പറഞ്ഞ് എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ അമ്മയുണ്ട്, പുള്ളിയുണ്ട്, പുള്ളിയുടെ പെങ്ങള് എടപ്പള്ളി താമസിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ്? തൃശ്ശൂരിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെല്ലാവരും തൃശ്ശൂർക്ക് പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് കിട്ടാനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞു കേട്ടത്. സംസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ തീരുമാനമായിട്ടില്ല. എങ്കിൽ തന്നെ വൈകുന്നേരത്തിനുള്ളിൽ സംസ്കാരം നടക്കും. ഇവിടെ തന്നെ NSSൻ്റെ നേതൃത്വത്തിലാണ്